നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധം ഇറാനിലും അമേരിക്കയിലും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിലും സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. സുലൈമാനിയുടെ വധം ഇറാഖിലെ US സൈനിക താവളങ്ങൾക്കും ഭീഷണിയാകുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ കത്തിപ്പടരുന്ന US വിരുദ്ധ വികാരത്തിന്റെ തീപ്പൊരി ഇറാഖിലും വീണ് ആളിക്കത്തുമോ എന്ന ഭയത്തിലാണ് ഇറാഖ്. സദ്ദാം ഹുസൈൻ വധത്തെ തുടർന്ന് ഇറാഖിൽ നിലനിന്നിരുന്ന അരക്ഷിതാവസ്ഥ ഏറെക്കുറെ ഒന്ന് മാറി വരുന്നതിനിടെയാണ് സുലൈമാനിയുടെ വധം. ഇതോടെ US വിരുദ്ധ വികാരത്തിൽ ഇറാനൊപ്പം ഇറാഖിലെ ശക്തിക ചേരികളും ഒത്തുചേരാനുള്ള സാധ്യതയും ചർച്ചയാകുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ എല്ലാ പരോക്ഷ സൈനിക ഇടപെടലുകളുടെയും മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ജനറൽ ഖാസിം സുലൈമാനി. ഇറാഖിലും സിറിയയിലും ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സുലൈമാനിയുടെ നേതൃത്വത്തിലുള്ള ഷിയ സായുധ സംഘങ്ങൾ രംഗത്തിറങ്ങുകയായിരുന്നു. 2016 ഒക്ടോബറിലാണ് ISനെ തുരത്താൻ ഇറാഖ് സേന പോരാട്ടം തുടങ്ങിയത്. കുർദ് പോരാളികളും സുന്നി അറബ് ഗോത്രവർഗക്കാരും ഷിയ സേനയും US നേതൃസഖ്യസേനയുടെ യുദ്ധവിമാനങ്ങളും കൈകോർത്തുള്ള കനത്ത യുദ്ധമായിരുന്നു അത്. 2017 ജനുവരിയോടെ കിഴക്കൻ മൊസൂൾ IS ഭീകരരുടെ അധീനതയിൽ നിന്ന് മോചിപ്പിച്ചു. തുടർന്ന് പഴയ മൊസൂൾ നഗരത്തിലേക്ക് ഒതുങ്ങിയ ISനെ പരാജയപ്പെടുത്താൻ ഇറാഖ് സേന വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിദേശത്തെ സൈനിക താത്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഇറാൻ രൂപം നൽകിയ ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്നു 2 ദശകത്തിലേറെയായി സുലൈമാനി. ഇറാനിൽ പകരം വെക്കാനില്ലാത്ത സൈനിക നേതൃപാടവം കാഴ്ചവെച്ച സുലൈമാനിയെ വധിച്ചതോടെ ഇറാഖിൽ ഇറാൻ അനുകൂല ഷിയ സായുധ ശക്തികളോടുകൂടിയുള്ള USന്റെ ഒരു ചെറുത്തുനിൽപ്പായി അത് മാറി. എന്നാൽ സുലൈമാനിയെ പോലെയുള്ള ഒരു ശക്തന്റെ അഭാവം IS പോലെയുള്ള ഭീകര സംഘടനകളുടെ തിരിച്ചുവരവിലേക്കും അരാജകത്വത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരിക്കൽ സർവനാശത്തിലേക്ക് കൂപ്പുകുത്തിയ അൽ ഖ്വയ്ദയുടെ പുതിയ ഭാവമായ ISഉം നാശത്തിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പാണ്. ജോർജ് W. ബുഷ് 2003 ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത് IS അഥവാ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരത ആരുടെയും സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇറാഖ് യുദ്ധം സൃഷ്ടിച്ച അരാജകത്വത്തിന്റെ സന്തതിയായാണ് IS പുനർജനിച്ചത്. യുദ്ധം അരാജകത്വത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പുകൾ അന്നും അമേരിക്ക തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ സാഹചര്യമാണ് വീണ്ടും സുലൈമാനിയുടെ വധത്തോടെ സൃഷ്ടിക്കപ്പെട്ടത്. ഈ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം സുലൈമാനിയുടെ വധത്തോടെ US സൈന്യത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാഖ് പാർലമെന്റ് പ്രമേയം പാസാക്കിയതും. എന്നാൽ ഈ പ്രമേയത്തെ US തള്ളിക്കളയുകയായിരുന്നു. ഇറാഖിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്നും അങ്ങനെയാണെങ്കിൽ ഇറാഖിൽ വ്യോമതാവളം നിർമ്മിക്കാൻ USന് ചിലവായ പണം മുഴുവനും തിരികെ നൽകേണ്ടി വരുമെന്നുമുള്ള ട്രംപിന്റെ ഭീഷണിയും നിലനിന്നു. 2014 ഭീകര സംഘടനയായ ISനെ തുരത്താനായാണ് US സൈന്യത്തെ ഇറാഖ് രാജ്യത്തേക്ക് ക്ഷണിച്ചത്. US സൈന്യത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നത് ഇറാഖ് ഭരണകൂടവും. എന്നാൽ സുലൈമാനിയുടെ വധത്തോടെ ഇറാഖിൽ അവശേഷിക്കുന്ന 5200ഓളം വരുന്ന US സൈന്യത്തിന്റെ ഉദ്ദേശലക്ഷ്യം മാറുകയും സുലൈമാനിയുടെ ചോരയ്ക്ക് പകരം വീട്ടാൻ വെമ്പുന്നവരിൽ നിന്നും സ്വയം പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് US സൈന്യം മാറുകയും ചെയ്തു. സുലൈമാനിയെ വധിച്ചതോടെ ഇറാഖിലെ US സൈനിക നേതൃത്വം കൂടുതൽ സമ്മർദ്ദത്തിലായി. 2014 മൊസൂളിൽ ആധിപത്യം നേടിയ ശേഷം ബാഗ്ദാദ് പിടിച്ചെടുക്കാൻ കച്ചകെട്ടിയ ISനെതിരായ യുദ്ധത്തിൽ ഇറാഖ് ഭരണകൂടത്തിനെ സഹായിക്കാനാണ് US സേന വീണ്ടും ഇറാഖിലെത്തിയത്. ഇറാഖി സേനയ്ക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും രഹസ്യാന്വേഷണ വിവരങ്ങളും യുദ്ധസാമഗ്രികളും നൽകിയതും മറ്റും ISനെതിരായ പോരാട്ടത്തിൽ US പിന്തുണയേകുകയും ചെയ്തു. ഇറാഖി സേനയ്ക്കൊപ്പം ഹാഷിദ് അൽ ഷാബി എന്ന ഷിയ അർദ്ധസൈന വിഭാഗമാണ് ISനെ തുരത്താൻ സജീവമായിരുന്നത്. എന്നാൽ ഹാഷിദ് അൽ ഷാബിയുടെ ഉപമേധാവി അബു മഹ്ദി അൽ മുഹന്ദസിനെയും സുലൈമാനിക്കൊപ്പം US ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു. ശക്തമായ തിരിച്ചുവരവിനുള്ള അവസരത്തിനായി കാത്തിരുന്ന IS വിഭാഗങ്ങൾക്ക് ഇറാഖിലെ നിലവിലെ സാഹചര്യം വലിയ പ്ലാറ്റ്ഫോമാണ് തുറന്നിടുന്നത്. ഇറാഖിലെയും സിറിയയിലെയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സജീവമായ IS കേന്ദ്രങ്ങളാണ് സുലൈമാനിയുടെ വധം ആഘോഷിച്ചതെന്നും ശ്രദ്ധേയമായ വസ്തുതയാണ്. സ്വന്തം രാജ്യത്തിന് അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ISനെ വീണ്ടും പുനർജീവിപ്പിക്കാനുള്ള നടപടിയായി സുലൈമാനി വധം മാറിയാൽ അശാന്തിയിൽ നിന്നും വളരെ പണിപ്പെട്ട് ശാന്തിയിലേക്ക് തിരിച്ചു വന്ന ഇറാഖ് വീണ്ടും ഭീകരരുടെ പിടിയിലാകുമോ എന്ന ഭയം സമ്മർദ്ദത്തിലാക്കിയാൽ ഇറാഖ് സൈനികർക്ക് മനംമാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും കുറവല്ല. ഇറാഖി സേനാ മേഖലകളുടെ വലയത്തിലാണ് US താവളങ്ങൾ പലതുമെന്നിരിക്കെ ഇറാഖി സേനാ വിഭാഗങ്ങൾക്ക് മനംമാറ്റമുണ്ടായാൽ US സൈനികർ ബന്ദികളാക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ആരോപിച്ചായിരുന്നു അമേരിക്ക മുൻപ് സദ്ദാം ഹുസൈനെ വധിച്ചത്. എന്നാൽ സദ്ദാമിന്റെ പതനത്തിന് ശേഷമാണ് അൽ ഖ്വയ്ദ ഇറാഖിൽ വൻ ശക്തിയായി മാറിയത് എന്നതും ശ്രദ്ധേയം. അൽ ഖ്വയ്ദ കുറച്ചുകൂടി തീവ്ര നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യവുമായി വന്നവരാണ് പിന്നീട് IS പോലെയുള്ള ഭീകര സംഘടനകൾക്ക് രൂപം നൽകിയതും. സുന്നി വംശജനായ സദ്ദാം ഹുസൈന്റെ പതനത്തിന് ശേഷം ഭരണം ഷിയ വിഭാഗക്കാരുടെ കൈകളിൽ എത്തിയതോടുകൂടി സുന്നി ഷിയ തർക്കത്തിന് പുതിയ മാനം കൈവരികയും ചെയ്തു. സുലൈമാനി വധം എന്ന ട്രംപിന്റെ എടുത്തുചാട്ടത്തിൽ മറ്റൊരു രാജ്യത്ത് കഴിയുന്ന രാജ്യത്തെ സ്വന്തം സേനയെ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിലാണ് US ഇപ്പോൾ. ചരിത്രശേഷിപ്പുകളുടെയും വ്യവസായങ്ങളുടെയും നഗരമായിരുന്ന മൊസൂളിലെ ഗ്രേറ്റ് മോസ്കിൽ ഒരു വെള്ളിയാഴ്ച
പ്രാർത്ഥനയ്ക്കിടെയാണ് IS തലവനായ അബൂബക്കർ അൽ ബഗ്ദാദി ലോകത്തെ മുസ്ലിങ്ങളുടെ ആകെ ഖലീഫയായി സ്വയം പ്രഖ്യാപിതനായി അവരോധിക്കപ്പെട്ടത്. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് അതിക്രൂരമായ പീഡനങ്ങളുടെ നേർക്കാഴ്ചകൾക്ക്. മതത്തിന്റെ പേരിൽ IS കാട്ടിക്കൂട്ടിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ ചെറുതല്ല. പരസ്യമായി തലയർത്തും സ്വവർഗാനുരാഗികളെ കെട്ടിടങ്ങളിൽ നിന്നും എറിഞ്ഞുകൊന്നും താടി വളർത്താത്ത പുരുഷന്മാരെയും പർദ്ദയും ശിരോവസ്ത്രവും ധരിക്കാത്ത സ്ത്രീകളെയും തടവുകാരാക്കിയും പിടികൂടിയ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർത്തിയാണ് IS പിടിമുറുക്കിയത്. യസീദി വിഭാഗത്തിൽപ്പെട്ടവരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്ന ചിത്രങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. മൊസൂൾ പിടിച്ചെടുത്ത IS ആഭ്യന്തര യുദ്ധത്തിലാണ്ട സിറിയയിലും കടന്നുകയറി ആധിപത്യം നേടുകയായിരുന്നു ഇവർ. പ്രധാനപ്പെട്ട തലവന്മാരെല്ലാം കൊല്ലപ്പെടുമ്പോഴും താത്കാലികമായി പിൻവലിക്കുകയും പിന്നീട് പൂർവാധികം ശക്തിയോടെ പുനരവതരിക്കുകയും ചെയ്യുന്നു എന്നതാണ് 1.5 പതിറ്റാണ്ടിലേറെയായി ഇത്തരം ഭീകരതയുടെ രീതി. ആ നിശബ്ദതയ്ക്കൊപ്പം അവർ ഒറ്റപ്പെട്ട ആക്രമണം തുടരുന്നുമുണ്ടാകും. ഒരു വലിയ സംഘമായി വീണ്ടും ഒത്തുചേരും. ഇതാണ് പൊതുവെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകരതയുടെ പല പേരിലും രൂപത്തിലും ഭാവത്തിലും പടർന്നു പന്തലിക്കുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ യഥാർത്ഥ മുഖം. അതുകൊണ്ട് തന്നെ ഏതാനും നാളത്തെ പിൻവാങ്ങലിന് ശേഷം IS കൂടുതൽ കരുത്താർജിക്കുമോ എന്ന ഭയവും ഇപ്പോൾ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അൽ ഖ്വയ്ദ പോലെയോ മറ്റ് തീവ്രവാദ സംഘടനയെ പോലെയോ പുതിയ പേരിലോ ഭാവത്തിലും മറ്റൊരു ഭീകര സംഘടനയ്ക്കുള്ള പിറവിക്ക് സുലൈമാനിയുടെ വധം കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.